സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസാണ് സാംസങ്ങിൻ്റെ എസ് സീരീസ്. അതിൽ തന്നെ ടോപ്പിൽ വരുന്നത് അൾട്രാ വെർഷനാണ്. ഇനി വരാൻ പോകുന്നത് സാംസങ്ങിൻ്റെ S24 സീരീസാണ്. അതിൽ തന്നെ ടോപ്പിൽ വരിക S24 Ultra ആയിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S24 Ultra എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ക്വാഡ് HD റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ OLED പാനലായിരിക്കും ഇതിൽ വരിക. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ വരിക. പിന്നെ മിക്കവാറും കൂടിയ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. 120 അല്ലെങ്കിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ കൂടിയൊരു ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 2500 നിറ്റ്സ് ആയിരിക്കും. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഫോണിൽ വന്നേക്കാം. എന്തായാലും ഈ ഒരു ഫോണിൽ അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 233 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.6 mm ആയിരിക്കും. പിന്നെ ഇതിൽ എസ് പെന്നും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ ടൈറ്റാനിയം അലോയ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ചിലപ്പം ഇതിൽ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വെർഷൻസ് വന്നേക്കാം. എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. ഇന്ത്യയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനായിരിക്കും വരിക എന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. പിന്നെ ചില റിപ്പോർട്ടുകളിൽ 2 TB ഇൻറ്റേർണൽ വരെ വന്നേക്കാം എന്നും പറയുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2-way സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ സാറ്റലൈറ്റ് കോളിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഇതിൽ 200 MP മെയിൻ ക്യാമറ സെൻസർ വരാനാണ് സാധ്യത. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. പിന്നെ 10 MP ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് 50 MP ഒരു പെരിസ്കോപ്പ് ലെൻസ് ഇതിൽ വന്നേക്കാം. ഇതിലും 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ടിൽ ഒരു 12 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും 2024 സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് സീരീസിലെ അൾട്രാ വെർഷനാണ്. അപ്പം വില അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വരാനാണ് സാധ്യത. മിക്കവാറും ഈ ഫോണിൻ്റെ വില 1,50,000 രൂപയുടെ മുകളിലായിട്ട് വന്നേക്കാം. 1,10,000 ഇല്ലാന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ S24 Ultra എന്ന പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.